ശമൂവേലിന്റെ കാലം വന്നപ്പോൾ ഇവര് ദൈവത്തോട് ശഠിക്കുക, ഞങ്ങൾക്കൊരു രാജാവിനെ തരണം, ഒരു രാജാവിനെ വാഴിക്കണം. അപ്പൊ ദൈവം പറഞ്ഞു, ഞാനാ നിങ്ങളുടെ രാജാവ്, ഞാൻ നിങ്ങളെ ഭരിക്കാം, ഞാൻ നിയന്ത്രിക്കാം. അല്ലല്ല, ഞങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ ഒരു രാജാവ് വേണം. ശഠിക്കുക. അവർ പറയുന്നുണ്ട്, ജാതികൾക്കുള്ളത് പോലെ ഞങ്ങൾക്ക്. അമ്മോന്യർക്ക് രാജാവുണ്ട്, മോബാവർക്ക് രാജാവുണ്ട്, അങ്ങനെയുള്ളവർക്കൊക്കെ രാജാവുണ്ട്, ഞങ്ങൾക്കും. ഇപ്പം ആത്മീക ലോകത്തും അതൊക്കെ തന്നെയാ. അവർക്കുള്ളതുപോലെ നമുക്കും വേണമെന്നല്ലോ. അങ്ങനെ ആയിപ്പം ഇനി എന്നാ വേണമെന്ന് പറയാൻ? എല്ലാം ഉണ്ട്. ഇനി എന്തുവാ വേണ്ടേ? അവിടെയും കേസുണ്ട്, നമുക്കും കേസുണ്ട്. അവിടെയും മഴക്കുണ്ട്, ഇവിടെയും മഴക്കുണ്ട്. അവിടെ അടിപിടിയുണ്ട്, ഇവിടെ അടിപിടിയുണ്ട്. അവിടെ ഒരു സഭയെ കൂടുന്നവർ മിണ്ടുകയില്ല, നമ്മുടെ ഇടയിൽ ഒരു സഭയെ കൂടുന്നവർ മിണ്ടുകയില്ല. അവിടെയും ചില വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ ചിലർ പോകുകയില്ല, ഇവിടെയും ചില വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ ചിലർ പോകുകയില്ല. അവിടെയും ഈ സ്പർദ്ധയുള്ളവരുണ്ട്, ഇവിടെ സ്പർദ്ധയുള്ളവരുണ്ട്. അവിടെയും ചില വീട്ടിൽ ചിലർ ഭക്ഷണം കഴിക്കുകയില്ല, ഇവിടെയും ചില വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ ചിലർ നിങ്ങൾ എന്തേലും പറ കഴിക്കുക. കഴിക്കുകയില്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യമായി പറയാനേ. സ്തോത്രം ചെയ്യത്തില്ല. അവിടെയും വല്ലപ്പോഴും കൊണ്ട് ഇച്ചിരി നേർച്ച കിടും, ഇവിടെയും ചിലർ വല്ലപ്പോഴും. അങ്ങനെ എല്ലാം അവിടെ ഉള്ളതല്ല ഇവിടെ ഉണ്ട്. അവിടെയും കല്യാണത്തിന് ഭയങ്കര ആർഭാടം, ഇവിടെയും കല്യാണത്തിന് ആർഭാടം, എല്ലാം ആർഭാടമാണ്. സ്തോത്രം. അവിടെയും വിലയേറിയ വസ്ത്രം ധരിക്കുന്നു, ഇവിടെയും വിലയേറിയ വസ്ത്രം ധരിക്കുന്നു. പിന്നെ അവിടെ കമ്മലും മാലയും അധികം ഉണ്ട്, ഇവിടെ അധികം ഇല്ല. അവിടെയും ബ്യൂട്ടി പാർലറിൽ പോകുന്നുണ്ട്, ഇവിടെയും ബ്യൂട്ടി പാർലറിൽ പോകുന്നുണ്ട്. സ്തോത്രം. അവിടെ 28 കെട്ട്, ഇവിടെ 28 കെട്ടുന്നില്ലെങ്കിൽ ഒരു ചടങ്ങൊക്കെ ഉണ്ട്. ഇപ്പോഴും ചരട് കെട്ടുന്ന ബന്ധുക്കോസുകാരും ഉണ്ട്. അവിടെയും കല്യാണം കഴിഞ്ഞ് അടുക്കള കാണാൻ പോകുന്നു, ഇവിടെ അടുക്കള കാണാൻ പോകുന്നു. അവിടെയും വലത്തുകാല് വെച്ച് കയറുന്നു, ഇവിടെയും വലത്തുകാല് വെച്ച് കയറുന്നു. അവിടെയും 4-ാം വിരുന്നിന് പോകുന്നു, ഇവിടെയും 4-ാം വിരുന്നിന് പോകുന്നു. അവിടെയും പ്രസവത്തിന് വിടുന്നു, ഇവിടെയും പ്രസവത്തിന് വിടുന്നു. അവിടെയും കൊണ്ടുവരാൻ പോകുന്നു, ഇവിടെയും കൊണ്ടുവരാൻ പോകുന്നു. നിങ്ങൾ ഉള്ള കാര്യം ആണെ പറഞ്ഞാൽ മതി. നിങ്ങൾ ബഹളമൊന്നും ഉണ്ടാക്കണ്ട. ഞാൻ ഇരുന്നുകൊണ്ട് ശാന്തമായിട്ടല്ലേ പറഞ്ഞേച്ച് ഞാനങ്ങ് പൊക്കോളാം, എനിക്ക് വൈകിട്ട് മുണ്ടക്കയത്ത് കൺവെൻഷൻ ഉണ്ട്, ഇതിൽ ഞാനങ്ങ് പൊക്കോളാം, നിങ്ങൾ ശല്യപ്പെടുകയൊന്നും വേണ്ട. സ്തോത്രം. അവിടെയും ക്രിസ്തുമസിന് വീശുന്നുണ്ട്, ഇവിടെ അത്ര ഇല്ലെങ്കിൽ ഏറെക്കുറെ ചിലർ, എല്ലാവരുമല്ല. അവിടെ ആഘോഷമുണ്ട്, ഇവിടെ ആഘോഷം. അവിടെയും ക്രിസ്തുമസ് ആഘോഷിക്കുന്നു, ഇവിടെ ഇപ്പം പെന്തക്കോസ്തുകാരും ക്രിസ്തുമസ് ആഘോഷിക്കുക, എല്ലാവരും ഉണ്ട്. തിരുപ്പുണ്ട്. പിന്നെ ഈ കരാളിനൊക്കെ പോകുന്നവരുണ്ട്, പാട്ടുമൊക്കെ പാടി ഒരേ ഡ്രസ്സുമൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് പെന്തക്കോസ്തുകാർ ഉണ്ടെന്ന്. അവിടെയുള്ളതെല്ലാം ഇപ്പം ഇവിടെ ഉണ്ട്. എന്തുവാ വ്യത്യാസം? എന്നെ എല്ലാവരും 2018 വെള്ളപ്പൊക്കം പോലെ വ്യത്യാസമൊന്നുമില്ല. എല്ലാം അവിടെ ഉള്ളതെല്ലാം ഇവിടെയുണ്ട്. പണ്ട് യഹോശാഫാത്ത് ആഗാവുമായിട്ട് സംബന്ധം കൂടി രണ്ടുപേരുടെ ശാപ്പാട് കഴിഞ്ഞേച്ച് പറഞ്ഞ് നമുക്ക് ശമരിൽ രാമോത്ത് വരെ പോകാം, വരുന്നോന്ന് ചോദിച്ചു. ഉടനെ പുള്ളി പറയാം, വരുന്നോന്നോ? ഞാനും നീയും എൻ്റെ ജനവും നിൻ്റെ ജനവും ഒരുപോലെ ഇരിക്കുന്നെന്ന്. എന്താ വ്യത്യാസം? ആ 18-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യമാണ് തോന്നുന്നു. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോ പെട്ടെന്ന്. നീ എന്നോട് കൂടെ ഗിലെയാദിലെ രാമോത്തിലേക്ക് പോരുമോ എന്ന് ചോദിച്ചതിന് ഞാനും നീയും എൻ്റെ ജനവും നിന്റെ ജനവും എന്തുവാ വ്യത്യാസം? ഇത് ആരോട് പറയുന്നതാ? യഹോശാഫാത്ത് ആഗാവിനോട് പറയുകയാ. ആഗാവാരാന്ന് ആഗാബ് ഇസ്രായേലിലെ രാജാവ്, യഹോശാഫാത്ത് യഹൂദയിലെ രാജാവ്. രണ്ട് രാജ്യമായിട്ട് വിഭജിച്ചല്ലോ രെഹബയാമിൻ്റെ കാലത്ത്, യൊരോബെയാമിൻ്റെയൊക്കെ കാലത്ത്. ശലോമോൻ്റെ മകൻ. വടക്കേ രാജ്യവും തെക്കേ രാജ്യവും. തെക്കേ രാജ്യമായി യഹൂദ, വടക്കേ രാജ്യമായി ഇസ്രായേൽ. അവിടെ 10 ഗോത്രം, ഇവിടെ 2 ഗോത്രം. അങ്ങനെ വടക്കും തെക്കും. തെക്കത്തെ രാജാവാ യഹോശാഫാത്ത്, വടക്കേലെ രാജാവാ
ആഗാബിൻ്റെ അവിടെ ദാനിലും ബദലും 2 കാളക്കുട്ടി യൊരേബയാം കൊണ്ട് സ്ഥാപിച്ചത്. വിഗ്രഹ സേവക്കാരാ. അവന് മുമ്പ് സിമ്രി ഉണ്ടായിരുന്നു, ഒമ്രി ഉണ്ടായിരുന്നു. അവർ വിഗ്രഹ സേവക്കാരാ. ആഗാബിൻ്റെ ഭാര്യ ഒരു നല്ല സ്ത്രീയല്ല, ഇസബേൽ. അവൾ സീദോന്യ രാജാവാകുന്ന ഇഗ്ബാലിൻ്റെ പുത്രിയാണ് ഇസബേൽ. കൂടോത്രക്കാരി. ക്ഷുദ്രം. മനസ്സിലാകാനാ കൂടോത്രം എന്നൊക്കെ പറഞ്ഞ്. ക്ഷുദ്രക്കാരി അഹങ്കാരിയാ. വലിയ അത് തന്നെ ഈ പെന്തിക്കോസുകാരി. ക്ഷുദ്രക്കാരി, അഹങ്കാരി. പറ. ക്ഷുദ്രക്കാരി, അഹങ്കാരി, പെന്തിക്കോസുകാരി. വെള്ളം കുടിക്കട്ടെ, നിങ്ങൾ പറ. എവളെ ക്ഷുദ്രക്കാരിയാ, അപ്പൊ തന്നെ അഹങ്കാരിയാ, അപ്പൊ തന്നെ ഇസബേല്. ആ പാവം പിടിച്ചവനെ ഉപവാസ പ്രാർത്ഥന വെച്ചല്ലേ കൊന്നേ. നമ്മൾ പറയല്ലേ പ്രാർത്ഥിച്ചു കൊല്ലുവെന്ന്. സ്തോത്രം. ഉപവാസ പ്രാർത്ഥന വെച്ചല്ലേ. അമ്മാമ്മ എന്നാ പുറകോട്ട് നോക്കുന്നത്? ആരെയാ നോക്കുന്നത്? ചാനോ ആണെങ്കിൽ ആ ചാൻ അവിടെ ഉണ്ട്, ഇപ്പൊ പോവുകയല്ല. അപ്പൊ ശ്രദ്ധിക്കുക, ചതിക്കാനും വഞ്ചിക്കാനും ഒക്കെ മിടുക്കിയ ക്ഷുദ്രമാണ്. അതുകൊണ്ടല്ലോ യേഹൂ ഇസ്രായേൽ രാജ വന്നപ്പം യോരാം ചികിത്സയ്ക്ക് വന്നിട്ടുണ്ട്. യേഹൂവിനെ കണ്ടപ്പോൾ യോരാം ചോദിച്ചു, യേഹുവേ സൗഖ്യമാണോ എന്ന്. അവിടെ യേഹു പറഞ്ഞ്, എനിക്കോ? നിന്റെ അമ്മയുടെ ക്ഷുദ്രവും കൂടോത്രവും ഇത്ര കൊടികൊത്തി വാഴുമ്പോൾ എനിക്ക് സൗഖ്യം വല്ലതും ഉണ്ടോ? അന്നേരം ഈ തള്ള കണ്ണുമൊക്കെ എഴുതി പൊട്ടുമൊക്കെ തൊട്ട് മറുകുമൊക്കെ കുത്തി നോക്കി താഴോട്ട്. അപ്പോൾ ചോദിച്ചു, ആരും ഇല്ലയോടാന്ന് ചോദിച്ചു. അവിടെ 2 എണ്ണന്മാർ വന്ന് തട്ടിയിട്ടേക്കാൻ പറഞ്ഞു. താഴോട്ടിട്ടു. ക്ഷുദ്രക്കാരിയ. അവരുടെ ഭർത്താവാണ് ആഹാബ്. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചതിൽ പ്രധാനപ്പെട്ട പങ്ക് ആഹാബിനുമുണ്ട്. മെയിനാള് യൊരേബയാമ. അതുകൊണ്ട് ഇവരെ പറ്റിയൊക്കെ പറയുമ്പോൾ യൊരേബയാമിൻ്റെ പാപങ്ങളിൽ നടക്കാഞ്ഞത് പോരാഞ്ഞിട്ട്, ഓൾറെഡി ഉണ്ട്, അത് പോരാഞ്ഞിട്ട് പിന്നെ യഹോശാഫാത്ത് യഹൂദയിലെ രാജാവാ. അവിടെ ദൈവാലയം, അവിടെ മഹാപുരോഹിതൻ, അവിടെ യാഗം, അവിടെ തേജസ് ഇറങ്ങുന്നിടം, ഇവിടെ പ്രമാണമുള്ള ജനം. അപ്പൊ ഈ പ്രമാണമുള്ളവൻ പ്രമാണമില്ലാത്തവൻ്റെ ഇടയ്ക്ക് ബന്ധുത കൂടി. അതുകൊണ്ട് ബന്ധുക്കാരനും കണ്ണം പറയാ, ഇപ്പൊ നമ്മൾ തമ്മിൽ എന്നാ വ്യത്യാസം? ഞാനും നീയും, എൻ്റെ ജനവും നിന്റെ ജനവും ഒരുപോലല്ലേ? പണ്ടൊക്കെ പെന്തിക്കോസുകാരെ കണ്ടാൽ അറിയാം. ഇപ്പം അങ്ങനെ കണ്ടാലൊന്നും പെട്ടെന്ന് അറിയത്തില്ല. അറിയരുതെന്നും പറഞ്ഞാൽ നടക്കുന്നത്. സ്തോത്രം. അറിയത്തില്ല. തന്നെയല്ല, പണ്ട് പെന്തിക്കോസുകാരെ ഒരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഉള്ളവരുണ്ട്, എന്നാലും കണക്കാ. സ്തോത്രം. പണ്ട് നമ്മളെ ഒരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കുന്നവരെന്നുള്ള ഒരു ബഹുമാനവും ആദരവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനൊന്നുമില്ല. ദൈവത്തിൻ്റെ മകൻ. നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഇവര് ഒരു രാജാവിന് വേണ്ടി ശഠിച്ചു. ഞങ്ങൾക്കൊരു രാജാവിനെ തരണം. അമോര്യർക്ക് രാജാവുണ്ട്, മോവാബക്ക് രാജാവുണ്ട്, സീദോന്യർക്ക്, അവർക്കെല്ലാം രാജാവുണ്ട്. ഞങ്ങൾക്ക് ഒന്നിനെ തരണം. നമ്മളിപ്പം അവിടെ ഉള്ളതല്ല ഇവിടെയും പകർത്താൻ നോക്കുകയല്ലേ? അതെ. പണ്ട് പെന്തിക്കോസുകാർ ക്രിസ്തുമസ് ആഘോഷിക്കുകയല്ലായിരുന്നു. ഇപ്പം നമ്മളും ആഘോഷിക്കാൻ തുടങ്ങി. ആണെന്ന് ഇപ്പോൾ സഭയിൽ പറയാം, പക്ഷേ നമുക്ക് ഈ പ്രാവശ്യം കരോളിന് ഇറങ്ങണം കേട്ടോ. ഇറങ്ങണം. ആരൊക്കെ ഇറങ്ങും? പിള്ളേർ, യൂത്തെല്ലാം ഇറങ്ങാൻ തീരുമാനം. അപ്പം നമുക്ക് തൊപ്പി വേണം, ക്രിസ്മസ് പാപ്പാടെ ഉടുപ്പ് വേണം. ഉടുപ്പിലിടാം. അന്നാ അമ്മാമ്മയുടെ നൈറ്റി ഒരെണ്ണം എടുത്തോളാം. എന്തായാലും നമുക്ക് അവിടെ ഉള്ളതല്ലേ ഇപ്പം ഇവിടെ ആയെന്ന്. ഇനി എന്തോ ആകാനുള്ളേ എല്ലാം ആയി. ഇപ്പൊ ഇനി നമ്മൾ വേർപാടിൻ്റെ ഉപദേശം പറഞ്ഞാൽ ഇഷ്ടമല്ല, താല്പര്യവും ഇല്ല. അവിടെ പറയുന്നത് എന്നാന്നറിയാം, അയാൾ ഇപ്പോൾ മൂരാച്ചിയാണ്. ആ സഭയിൽ ആങ്ങൾ പറയണമെങ്കിൽ നമ്മൾ അതിൻ്റെ രീതിയിൽ പണ്ട് സഭയിൽ ആൾ വന്ന ഉപദേശം പറഞ്ഞു തന്നെ വന്നേ. വേർപാട് ഉപദേശം കർക്കശമായി പറഞ്ഞ് അത് കേട്ട് വന്നവരാ.
ഇന്നിപ്പോൾ ഇത് കേൾക്കാറായി വരുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് വന്നു കഴിയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ പിന്നെ അസ്വസ്ഥതയാണ്. വന്നു കഴിഞ്ഞത് കേൾക്കുമ്പോൾ ഇതന്നെ പുള്ളിക്ക് വിവരമില്ല കേട്ടോ, അതല്ലേ ഇപ്പം പറയാനേ. ആട്ടെ, നമുക്ക് ഭാഗം വിട്ടേക്കാം. ഇവര് രാജാവിന് വേണ്ടി ശഠിച്ചു, ഞങ്ങൾക്കൊരു രാജാവിനെ തരണം. ദൈവം പറഞ്ഞു, ഞാനാ നിങ്ങളുടെ രാജാവ്, ഞാൻ ഭരിക്കാം. ഭരിച്ചോ, നീ മേളിലിരുന്നല്ലേ. ഞങ്ങൾക്ക് പ്രത്യക്ഷത്തിലൊരു രാജാവാണ്. കണ്ടമാനം ശഠിച്ചു. കണ്ടമാനം ശഠിച്ചപ്പോൾ ദൈവം ഒരു രാജാവിനെ കൊടുത്തു. ആദ്യത്തെ രാജാവ് നമുക്കറിയാം, ശൗല്. ബെന്യാമീൻ ഗോത്രത്തിൽ കീശിന്റെ മകൻ ശൗല് പ്രഥമ രാജാവാ. നിങ്ങൾക്കറിയാം, ഈ രാജാവ് ഒരുവൻ ഇസ്രായേലിൽ വരണം. ഇത് സന്തോഷത്തോടെ കൊടുത്തതല്ല രാജാവിനെ, അല്ല. പ്രവചന പുസ്തകത്തിൽ വായിക്കുന്ന കോപത്തിൽ ഒരു രാജാവിനെ വാഴിച്ചെന്ന. ഞാൻ ആ റെഫറൻസ് മറന്നുപോയി, ഹോശിയ പ്രവചനത്തിലാണെന്ന് തോന്നുന്നു. എൻ്റെ കോപത്തിൽ ഞാൻ അവർക്ക് രാജാവിനെ കൊടുത്തു. നിങ്ങൾ ആരെങ്കിലും കണ്ടെങ്കിലൊന്ന് വായിക്കാമോ? ഹോശിയ പ്രവചനത്തിലുണ്ട്, ഞാൻ എൻ്റെ കോപത്തിൽ അവർക്കൊരു മോനെ ഈ ബൈബിളും കണ്ണാടിയും എടുത്ത്. കോപത്തിൽ അങ്ങനെ ദൈവവചനം ജീവനും ശക്തിയും. എത്രയമ്മാമേ? എടുക്കാൻ താമസിച്ചാ ഞാൻ പാട്ട് പാടിയത്. ഒന്നുകൊണ്ട് ഉറക്കെ റെഫറൻസ് ഒന്ന് പറഞ്ഞ അമ്മാമേ. ഹോശിയ പ്രവചനം 13:11 ഒന്നുകൂടെ വായിച്ചോ അമ്മാമേ. എന്റെ കോപത്തിൽ, അതാ അവൻ സന്തോഷത്തോടൊന്നും കൊടുത്തതല്ല. എന്റെ കോപത്തിൽ ഞാൻ അവർക്കൊരു രാജാവിനെ കൊടുത്തു. അമ്മാമ്മയുടെ പേരെന്തുവാ? ശ്രീരാമ. വചനത്തിൽ തൊട്ടോണല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആരംഭ സമയം മുതൽ ഇവിടെ ആയിരുന്നോ കൂടിക്കൊണ്ടിരുന്നേ? അല്ല, എലന്തൂരായിരുന്നു. മുളാമ്പയ്ക്ക്. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇത് സന്തോഷത്തോടെ കൊടുത്തതല്ല, മനസ്സോടെ കൊടുത്തതും അല്ല. പിന്നെ എങ്ങനാ? കോപത്തോടെ. ഒരു കാര്യം പറയാം, നമുക്ക് കിട്ടിയിരിക്കുന്ന പലതും ദൈവം സന്തോഷത്തോടെ തരുന്നതല്ല. എന്നെയും കൂടെ പ്രതിയാക്കിയാ പറയുന്നത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന പലതും അവിടുന്ന് നല്ല സന്തോഷത്തോടും തൃപ്തിയോടും ഒന്നും തന്നതല്ല. പക്ഷെ നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരിക്കുക. വലിയ വീട് കിട്ടി, വണ്ടി കിട്ടി, പിള്ളേർക്ക് ജോലി കിട്ടി, കാനഡയിലുണ്ട്, കാലിഫോർണിയയിലുണ്ട്, നല്ല സാലറി ആയിപ്പം. എന്തോ അമ്മാമ ഏണ്ട് പറയുന്നത്, കണ്ണാടി അമ്മാമ ഏണ്ട് പറഞ്ഞു. ആയിക്കോട്ടെ. ഞാനത് UK എന്ന് പറഞ്ഞില്ലല്ലോ. ആയിക്കോട്ടെ, UK ദൈവത്തിന്റെ മഹത്വം. കുറ്റമല്ലേ പറയുന്നേ. വലിയ വീട് വെച്ചു, ഈയിടെ തോട്ടം എഴുതിച്ചു. ഇതെല്ലാം പറഞ്ഞേച്ച് നമ്മൾ ഞായറാഴ്ച സാക്ഷി പറയുന്നത് ഞാൻ സഹിതം. ദൈവം എനിക്കിതെല്ലാം അങ്ങനെ പറയുള്ളൂ. ഈ പാപം ചെയ്ത ആദമും ഹൗവയും ദൈവം തോട്ടത്തിന് വെളിയിലാക്കി. ജ്വാലയുള്ള വാളുമായിട്ട് കെറൂബിനെ അവിടെ നിർത്തി, ഇങ്ങോട്ട് കയറാതിരിക്കാൻ. രണ്ടുപേരും തോട്ടത്തിന് വെളിയിലായി, ജീവിതം ആരംഭിച്ചു. ഇപ്പൊ പാപികളാ, തേജസ്സും എല്ലാം പോയല്ലോ. പക്ഷേ രണ്ടുപേരും ജീവിതം ആരംഭിച്ചു. ഇപ്പൊ പാപത്തിന്റെ ദാസനും ദാസിയ പാപത്തില്ല. പക്ഷേ ഒരു കൊച്ച് ജനിച്ചു, കയീന്. അന്നേരം ഈ നമ്മുടെ പെന്തിക്കോസ് ശൈലിയിലാണ് പറഞ്ഞത്. അമ്മാമ ഞായറാഴ്ച കൊച്ചുമായിട്ട് സഭയെ വന്നു. നമ്മുടെ ശൈലിയാകട്ടോ, അവിടെ സഭയുണ്ടോന്ന് എന്നോട് ചോദിക്കരുത്. സഭായത്തിന് വന്നു. അപ്പം പാസ്റ്റർ പറഞ്ഞു, സാക്ഷ്യത്തിനുള്ള സമയമാണ്, നമ്മുടെ അമ്മ വന്നിട്ടുണ്ടല്ലോ കുഞ്ഞുമായിട്ട്, അമ്മാമ്മയ്ക്ക് സാക്ഷ്യത്തിന് സമയമുണ്ട്. അനേക നാളുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു തലമുറയെ കിട്ടിയല്ല. അമ്മാമ്മ പാട്ടുമൊക്കെ പാടി
അപ്പോൾ ഏത് പാട്ടാന്ന് ചോദിച്ചാൽ ഇന്നത്തെ രീതി അനുസരിച്ച് പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു വരി പാടാം. അത് വേണമെന്നില്ല, ഇഷ്ടമുള്ളത് പാടെങ്കിലും കൊച്ചിനെ എടുത്തുകൊണ്ട് പറഞ്ഞു, അർഹിക്കാത്ത നന്മകളും. അറിയത്തില്ലേ? മതി മതി മതി. അപ്പം ഈ കുഞ്ഞിനെ എടുത്തോണ്ട് ഹവ്വ സാക്ഷി പറയാ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ഞാനും അച്ചായനും തോട്ടത്തിലായിരുന്നു, എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ചില ബലഹീനതകളും വീഴ്ചകളും ഒക്കെ ഉണ്ടായി. കർത്താവിന് മഹത്വം, ഞങ്ങൾ തോട്ടത്തിൽ നിന്ന് വെളിയിൽ വരേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായി. എങ്കിലും ദൈവം ഞങ്ങളെ ഇത്രത്തോളം നടത്തി. നാളുകളായിട്ട് ഞാനും അച്ചായനും വളരെ ദൈവസന്നിധി കരഞ്ഞ കർത്താവ് ഒരു തലമുറയെ തരണമെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ ലഭിച്ചെന്ന് അങ്ങനെ എഴുതിയേക്കുന്നു. വായിച്ചേ, വായിക്ക് 4:1 ഓ അനന്തരം മനുഷ്യൻ ആദാം തന്റെ ഹവ്വയുമായിട്ട് ജീവിതം ആരംഭിച്ചു. അടുത്തത്, അവൾ ഗർഭം ധരിച്ച് കയീനെ പ്രസവിച്ചു. യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ ലഭിച്ചു എന്ന്. മതി, അത്രയും പറഞ്ഞാൽ മതിയല്ലോ. പാപം ചെയ്തു, തോട്ടത്തിന് വെളിയിലായി, തേജസ് പോയി, ഭയമുണ്ടായി, മരണത്തിന്റെ കണികകളും ഭീതിയുണ്ടായി, ദൈവകൃപ പോയി, എല്ലാം നഷ്ടപ്പെട്ടു. നാടൻ ഭാഷ പറഞ്ഞ പരുവക്കേടി കിടക്കുക. എന്നാൽ ഞായറാഴ്ച വന്ന് സാക്ഷി പറഞ്ഞപ്പോൾ അമ്മാമ്മ പറഞ്ഞത്, ഇതിനോട് ഒന്ന് സ്ഥിരീകരിക്കാൻ യോഹന്നാന്റെ 1-ാം ലേഖനം 3:12 കൂടെ ചേർത്തു. അപ്പൊ ഒരു കാര്യം കൂടെ ബോധ്യമാകും. യോഹന്നാൻ മതി. കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി. മതിയല്ലോ. അമ്മാമ്മ എന്നാ പറഞ്ഞേ? യഹോവയാൽ എനിക്കൊരു. യോഹന്നാൻ അപ്പോസ്തലൻ ലേഖനം 3:12 പറയാ കയീൻ. പക്ഷെ ഞായറാഴ്ച സമയം വന്നെന്നാ പറയാനേ? കോപത്തിൽ ആ രാജാവിനെ കൊടുത്തത്. പക്ഷെ ഇവര് പറയും എന്നാ, ദൈവം ഞങ്ങൾക്കൊരു ദൈവമാ കൊടുത്തേ, സന്തോഷത്തോടല്ല കൊടുത്തേ. നമുക്കിതൊക്കെ കിട്ടുമ്പോ സന്തോഷമാണ്, അവിടുന്ന് സന്തോഷിക്കുന്നില്ല. തന്നെത്താൻ ശോധന ചെയ്യുന്നു. നമുക്ക് ലഭിച്ചതെല്ലാം അവിടുന്ന് സന്തോഷത്തോടെ തന്നതാണോ? തന്നെത്താൻ ശോധന ചെയ്താൽ മതി. ദൈവത്തിന് മഹത്വം. നമുക്ക് സന്തോഷമാണ്. ഒരു പുതിയ വണ്ടി, പുതിയ വീട്, പുതിയ ജോലി, സാലറി, അല്ല മനുഷ്യന് ആ നിലയിലൊക്കെ സന്തോഷമാണ്. ഞാൻ എതിര് പറഞ്ഞതല്ല. പക്ഷെ ചിന്തിക്കണം, അവിടുന്ന് കോപത്തിലാ കൊടുത്തത്. ഞാൻ ഒരു കാര്യം പറയാം. ഇവര് കണ്ടമാനം നിർബന്ധിച്ച് പ്രാർത്ഥിച്ചു, തരണേ തരണേ തരണേ, തന്നില്ലാതെ നിന്നെ വിടുകയല്ലെന്നൊക്കെ. അപ്പം പിടിച്ചു. സന്തോഷത്തോടല്ല. സന്തോഷത്തോടല്ല. തെളിവെന്നാ? കിട്ടിയ അന്ന് മുതൽ പ്രശ്നമല്ലേ അല്ലേ? അത് പിണങ്ങാതിരിക്കാമെങ്കിൽ 1-2 കാര്യം പറയാം. പിണങ്ങരുത്, ഒരു കാരണവശാലും പിണങ്ങരുത്. ഈ ചിലക്ക് വലിയ വീട് വെച്ച് കിട്ടി, പക്ഷെ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നില്ലല്ലോ. സമാധാനത്തോടെ മെത്തേ കിടക്കുമ്പോർക്കും സെറ്റിയെ കിടക്കണം, സെറ്റിയെ കിടക്കുമ്പോർക്കും താഴെ കിടക്കണം, താഴെ കിടക്കുമ്പോർക്കും കസേരയിലൊന്ന്.
ഫ്രിഡ്ജ് നിറച്ച് സാധനം, പക്ഷെ കഴിക്കാൻ മേലല്ലോ. മുട്ടയുണ്ട്, ചിക്കനുണ്ട്, മട്ടനുണ്ട്, നെന്മീനുണ്ട്, കാളാഞ്ചിയുണ്ട്, എല്ലാം ഉണ്ട്. കോഴിമുട്ടയും താറാമുട്ടയും കാടമുട്ട ഇരിപ്പുണ്ട്. കണ്ടുകൊണ്ടിരിക്കുന്നതല്ലാതെ നിങ്ങൾ എന്തേലും പറ. ഇനി അഥവാ അതുപോലെ ആഗ്രഹം തോന്നിയാൽ മുട്ട പൊഴിഞ്ഞ് ഉണ്ണി മാറ്റി വെച്ചേച്ച് നിങ്ങൾ പറ. പുഞ്ചപ്പാടം 10 ഏക്കറുണ്ട്, 100 പറ കണ്ടമുണ്ട്, പക്ഷേ കുത്തരിക്കഞ്ഞി കുടിക്കാൻ മേല. ഗുജറാത്തിൽ നിന്ന് ഗോതമ്പ് വരണം, അതും എണ്ണ ചേർക്കാതെ 2 ചപ്പാത്തി. മനസ്സിലാകുന്നുണ്ടല്ലോ? എല്ലാ മുറിയിലും AC ഉണ്ട്, പക്ഷേ ഇടാൻ മേല. നിങ്ങൾ ന്യായമായിട്ട് ചിന്തിച്ചാൽ മതി. ഉടക്കൊന്നും ഉണ്ടാക്കാൻ പറഞ്ഞതല്ല. പിള്ളേർ വന്നപ്പോൾ എല്ലാ മുറിയിലും 2 ടണ്ണിൻ്റെ ഞാൻ മേടിച്ച് വെച്ചേക്കുന്നത്, പക്ഷേ ഇടാൻ പറ്റുന്നില്ല. എമ്മമ്പോമിൻ്റെ 2 അള്ളപ്പിൻ്റെ മെത്തയുണ്ട്, എല്ലാം ഭിത്തിയുടെ അവിടെ ചാരി വെച്ചേച്ച് വൈദ്യുതി പറഞ്ഞത് കാഞ്ഞിരപ്പലകയുടെ കട്ടിലേൽ തലകണ വെക്കാതെ ഇടയ്ക്കിടയ്ക്ക് നോക്കും മെത്തയോടെ ഉണ്ടോന്ന്. ചിരിച്ചു കളയാൻ പറഞ്ഞതല്ല, ന്യായമായിട്ട് കോപത്തിൽ കൊടുത്തതാണ്. എവിടാ വീട്? പുളുക്കീട്, പക്ഷെ പഞ്ചസാര ഇട്ട കാപ്പി. വീട് പുളുക്കീടാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇത്തവണ കൃഷിയുണ്ട്, അല്ല ഇഷ്ടം പോലെ കൃഷിയുണ്ട്. കപ്പ നമ്മുടെയാ. അച്ഛാ ഞാൻ കഴിക്കത്തില്ല, എനിക്ക് കപ്പ ആണുങ്ങൾ പറിച്ചോണ്ട് പോകുന്നത് നോക്കി നിൽക്കുക. അതിനാ കൂടി നിൽക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? വില കൂടിയ വണ്ടിയാണ് മുറ്റത്ത് കിടക്കുന്നത്. പിന്നെ എനിക്ക് പേരെല്ലാം അറിയാൻ പറ്റില്ല. ഓടിയും BMW, പിന്നെ നാളെ ഷൂപ്പാസ് പറഞ്ഞത് ജാഗ്വാറോ അങ്ങനെ കണ്ടൊരു പേരുണ്ട്. ഇത് വണ്ടിയാണെന്നറിയാം, എൻ്റെ പേരൊന്നും പേരറിയാം. പക്ഷേ അത് തന്നെ എടുത്തുകൊണ്ടൊന്ന് പോകാനോ അതിനകത്ത് യാത്ര ചെയ്യാനോ ഇരിക്കാനോ ഇങ്ങനെ പോകുന്നത്. അത് ആരെങ്കിലും വന്ന് വേണം പിടിച്ച് മുറ്റത്ത് ഇതുണ്ടെന്ന് പറഞ്ഞിട്ട്. സ്തോത്രം, സ്തോത്രം. പക്ഷേ മേളിൽ 5 മുറിയുണ്ട്, താഴെ 2 ബെഡ്റൂമുണ്ട്. ഇന്ന് വരെ നീ മേളിൽ കയറിയിട്ടില്ലല്ലോ. വേലക്കാരി അടിയടാന്ന് കയറി ഇറങ്ങി അല്ലേ? നമ്മുടെ മോളി എല്ലാം തൂത്ത് വച്ചമ്മേ. ആട്ടെ. ഇങ്ങനെ ഇരുന്ന് പെടൽ വെട്ടിക്കുന്നതല്ലാതെ മേളിലോട്ട് കയറുന്നുണ്ടോ? അവൾ അടിയടാന്ന് അവൾക്ക് ഒരു നില പോലും ഇല്ല. എന്നോടൊരു അമ്മ പറഞ്ഞതാ, ഞാൻ മേളിൽ കയറിയിട്ട് 8 കൊല്ലം കഴിഞ്ഞെന്ന്. 8 കൊല്ലം കഴിഞ്ഞു. അവിടെ എന്നതൊക്കെയാന്ന് പോലും ഞാൻ. എങ്ങനുണ്ട്? നമുക്ക് ആ വിഷയം വിട്ടേക്കാൻ. ചിലരുടെ മുഖഭാവം മാറുന്നു. കണ്ടമാനം ശടിച്ച് പിടിച്ച് മേടിച്ചതാ രാജാവിനെ തരാൻ. ദൈവം തമ്പുരാൻ സന്തോഷത്തോടെ കൊടുത്തതല്ല, കോപത്തിൽ കൊടുത്തതാ. ഞാനൊരു കാര്യം പറയാം. ഒരു 2:30 വിളിക്കാൻ പറ. 2:30 കഴിഞ്ഞു. സന്തോഷത്തോടെ ദൈവം കൊടുത്തതല്ല. എന്നെ കേൾക്കുന്ന മാതാക്കളെ, പിതാക്കന്മാരെ, കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഒത്തിരി ഒന്നും കിട്ടിയില്ലെങ്കിലും എല്ലാം കിട്ടിയില്ലെങ്കിലും അവിടുന്ന് സന്തോഷത്തോടെ തരുന്നതാണ് നല്ലത്. പറഞ്ഞു മനസ്സിലായോ? ഒത്തിരി ഒന്നും കിട്ടിയില്ലെങ്കിലും എല്ലാം കിട്ടിയില്ലെങ്കിലും കിട്ടുന്നത് അവിടുന്ന് നല്ല മനസ്സോടെ തരണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. വേണമെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവ് അവിടത്തേക്ക് ഇഷ്ടമുള്ളത് മതി. നമ്മൾ പാട്ടൊക്കെ പാടും, പെന്തിക്കോസുകാരല്ലേ? നിന്റെ ഗീതം പോലെ നടത്തണമേ, അപ്പൊ എന്റെ ഗീതം പോലെ നടത്തരുത്, നിന്റെ ഗീതം പോലെ നടത്തണം. പക്ഷെ അങ്ങനെ ആന്നോ? പാട്ട് നല്ലതാ,
വേറെ ഒത്തിരി പാട്ടുണ്ട്. എൻ ദൈവമേ. മതി മതി മതി. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയാ പറയുന്നത്. അവിടുത്തെ ഇഷ്ടം പോലെ ആന്നോ? അവിടുത്തെ ഹിതം പോലെ ആന്നോ? ദൈവത്തിൻ്റെ മഹത്വം. നമുക്ക് മുന്നോട്ട് പോകാം. കോപത്തിലായി ദൈവം രാജാവിനെ കൊടുത്തത് ഇസ്രായേലിലെ പ്രഥമ രാജാവായ ശൗല്. ഇനി ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ 12 മക്കളാണല്ലോ യാക്കോബിന്. രൂബേൻ, ശിമിയോൻ, ഗാദ്, രൂബേൻ, ശിമിയോൻ, ലേവി, യഹൂദ. ഉള്ളതാട്ടെ. അപ്പൊ രൂബേനും ശിമയോനും ലേവിയും യഹൂദയും നഫ്താലിയും ആശേറും ശെബുലൂനും. വായിച്ചേ ഉൽപ്പത്തി 49:1 വായിര്. ഓടിച്ചു വായിക്കേ. അടുത്തത് രൂബേൻ 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 5-ാം വാക്യം. ശിമയോനും ലേവിയും 8-ാം വാക്യം. യഹൂദ 13, 14, 19, 17, 19. ഗാദ് 20, ആശേർ 21, നഫ്താലി 22, 27, ബെന്യാമിൻ. ആയല്ലോ 12 എണ്ണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ 12 മക്കളുണ്ട്. ഇവരിലെ ആദ്യത്തെ 4 പിള്ളേര് ലേയായുടേതാ. രൂബേന്, ശിമയോന്, ലേവി, യഹൂദ. കലാപുലി പോലെ 4 എണ്ണം ലേയായിക്ക്. ഇസ്രായേലിലെ 27 കൂട്ടം പദവികളുണ്ട്. ലേയായുടെ പിള്ളേർക്ക് 4 പദവി പോയി. രൂബേന് ജ്യേഷ്ഠാവകാശം, ശിമയോന് പ്രഭുസ്ഥാനം, ലേവിക്ക് പൗരോഹിത്യം, യഹൂദയ്ക്ക് രാജത്വം. അപ്പോൾ ഇസ്രായേലിലെ ഒരുവൻ രാജാവാകണമെങ്കിൽ ആ രാജാവ് ഏത് ഗോത്രത്തിൽ നിന്നാ വരേണ്ടത്? യഹൂദ എന്ന് വരണം. 49:8 മുതൽ താഴോട്ട് വായിച്ചു. യഹൂദയായ സഹോദരന്മാര് നിന്നെ പുകഴ്ത്തും. അടുത്തത് മകനെ പതുങ്ങി കിടക്കുന്ന. അടുത്തത് ആരവനെ എഴുന്നേൽപ്പിക്കും? അവകാശമുള്ളവൻ വരുവോളം ചെങ്കോല് യഹൂദയിൽ നിന്നും രാജതമന്റെ കാലുകടയിടയിൽ നിന്നും. അപ്പൊ ഈ വാക്യം വ്യാഖ്യാനിക്കുമ്പോൾ രാജാക്കന്മാര് വരേണ്ടത് യഹൂദയിൽ നിന്നാണ്. രാജാവാകുന്ന കർത്താവും യഹൂദയിൽ നിന്ന്, യഹൂദയിൽ നിന്നല്ലോ ഉദിച്ചത്. അപ്പോൾ രാജാക്കന്മാര് വരേണ്ടത് യഹൂദ ഗോത്രത്തിൽ നിന്നാണ്. രാജാവിനെ വാഴിക്കേണ്ടത് യഹൂദ ഗോത്രത്തിൽ നിന്നാണ്. അതാ പ്രമാണം. പക്ഷേ ആദ്യത്തെ രാജാവ് ഏത് ഗോത്രത്തിൽ നിന്നാണ്? ബെന്യാമീൻ ഗോത്രത്തിൽ നിന്നാണ്. അതന്നെ യഹൂദയിൽ നിന്ന് വരാഞ്ഞേ. നിങ്ങൾക്ക് വചനമൊക്കെ തൊട്ട് നിങ്ങൾക്ക് വചനമൊക്കെ അറിയാം. കുമ്പഴക്കാരത്ര മോശമൊന്നുമല്ല. സ്തോത്രം. യഹൂദയിൽ നിന്ന് ആ രാജാവ് വരേണ്ടത്. പക്ഷേ യഹൂദയിൽ നിന്ന് രാജാവ് വന്നില്ല. ഏത് ഗോത്രത്തിൽ നിന്ന് വന്നു? ബെന്യാമീൻ നിന്ന് ആദ്യം വന്നത്. അപ്പന്റെ കഴുതകളെ തേടിപ്പോയി ശൗല്. യഹൂദയിൽ നിന്ന് വരാഞ്ഞത് ബെന്യാമീൻ എന്തുകൊണ്ട് വന്നു? 2 ചോദ്യമാണ്. അവിടെ തന്നെ വന്ന് ഇവിടെ തന്നെ വരാഞ്ഞത് താൻ തന്നെ പറയണം. ഞങ്ങളിവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു. മാത്യു മല്ലേശ്ശേരി നന്നായിട്ട് ചുറ്റുടിച്ച് ഞങ്ങളെല്ലാം കേട്ടോണ്ടിരിക്കുക. പുള്ളി ഞങ്ങളോട് ഇങ്ങനെ ചോദ്യമൊന്നും ചോദിച്ചില്ല. എന്നെ
വന്ന എന്നാ വരാഞ്ഞ എന്നാന്ന് ഞങ്ങളങ്ങനെ അറിയുന്നത്? താൻ തന്നെ പറഞ്ഞു വെച്ച് പെട്ടെന്ന് പോകുന്നെങ്കിൽ അത് തന്നെ ആയിരിക്കും നല്ലത്. അല്ല, പോട്ടെ. ആദ്യത്തെ രാജാവ് വന്നത് യഹൂദ എന്നാ വരേണ്ടത്. പക്ഷെ വന്നത് എന്തുകൊണ്ട് ബെന്യാമീൻ ഗോത്രത്തിൽ നിന്ന് രാജാവ് വന്നു? അതിനൊരു കാരണം ഒറ്റ വാക്കി പറഞ്ഞാൽ വല്യമ്മച്ചിയുടെ കണ്ണുനീരാ. വല്യമ്മച്ചിയുടെ ഏതാ വല്യമ്മച്ചി? പറഞ്ഞോ. റാഹേല്. അമ്മാമ്മയുടെ പേരെന്നാ? കുഞ്ഞുമോള്. ചുമ്മാതല്ല. വല്ലുമെല്ലാം പോയതുകൊണ്ട് അവിടുത്തെ കിട്ടാൻ. ഇപ്പൊ നിങ്ങൾ 2-3 പേരുണ്ടായിരുന്നില്ല അവിടെ വരാൻ. ഒരു മോനുമൊക്കെ ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്യേ? മറ്റേ അത് നമ്മൾ 10-22 വർഷം മുമ്പാ. പെട്ടെന്ന് എൻ്റെ ഓർമ്മ വന്നില്ല. അമ്മാമ്മ പറയുമെന്ന് എനിക്കറിയാം. ദൈവത്തിൻ്റെ മകൻ. അന്ന് ഞാൻ അവിടെ വചനം സൂക്ഷിക്കുമ്പം ഇവർ നല്ല ജില്ലയില്ലെന്നാണ് നിൽക്കുന്നത്. വേറെ 2-3 പേരുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ. നമ്മളോ? ദൈവത്തിൻ്റെ മകത്വം. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഞാൻ ആ വാചകം ഓർക്കുന്നുണ്ട്. പ്രാർത്ഥനയുടെ നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകട വലിയ ഇടയനാകുന്ന ആ പദം ഞാൻ എപ്പോഴും ഓർക്കും. അമ്മാമ്മ ഓർക്കുമ്പോഴല്ല ആ വാക്യം എൻ്റെ ഓർമ്മ. അത് ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ പ്രാർത്ഥിച്ചത് ഇപ്പോഴും എൻ്റെ മണ്ടയിലിരിപ്പുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, യഹൂദയിൽ നിന്ന് രാജാവ് വരണം. പക്ഷേ വന്നില്ല. വന്നത് ബെന്യാമീന. വരാൻ കാരണം വല്യമ്മച്ചിയുടെ പ്രാർത്ഥനയാണ്. വല്യമ്മച്ചി റാഹേൽ, റേച്ചലമ്മാമ്മ. ചരിത്രം അധികം വിസ്തരിക്കുന്നില്ല. അപ്പൻ്റെ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ അടിച്ചു മാറ്റിക്കൊണ്ടാ പോകുന്നത്. ആരാ? ഈ സ്വന്തം വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റുന്നവരെന്ത് കഴിവാ അവരുടെ സ്വഭാവം. സ്വന്തം വീട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റി ഭാര്യയുടെ അവിടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. പുള്ളി കുളിക്കാൻ ബാത്റൂമിലോട്ട് കയറിയപ്പോൾ പെട്ടെന്ന് എടുത്ത് അടിച്ചു മാറ്റി. ഇപ്പോഴല്ല, എന്നുവെച്ചാൽ അമ്മയെ വിളിച്ച് ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കാൻ. അപ്പം നിങ്ങൾ ചോദിക്കും ഭർത്താവ് കൊടുക്കാഞ്ഞിട്ടാണ്. അയാൾ കൊടുത്ത് കുഴഞ്ഞു. എന്നാലും അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, അടിച്ചു മാറ്റും. സ്വന്തം വീട്ടിൽ നിന്ന് വിഗ്രഹം അടിച്ചു മാറ്റി. വീട് വിട്ടുപോകുന്ന കൂട്ടത്തിൽ ഗൃഹബിംബവും കൂടെ ഒട്ടകക്കോപ്പിനകത്തിട്ട് അതുമൊക്കെ ഇട്ടുകൊണ്ടായി പാട്ടും പ്രാർത്ഥനയായിട്ട് നടക്കുന്ന മോക്ഷയാത്രയാണിത്. ഞാൻ നടപ്പതെന്നൊക്കെ പറഞ്ഞ് ഈ പാട്ടുമൊക്കെ പാടി യാത്രയിൽ ഇങ്ങനെ പോകുക. യാക്കോബിൻ്റെ കൂടെ പോരുക. യാക്കോബിൻ്റെ കൂടെ അങ്ങനെ യാത്ര ചെയ്ത് യാക്കോബ് ഇത് അറിയുന്നില്ല. അപ്പൊ തന്നെ ഓൾ നൈറ്റ് പ്രയർ കഴിഞ്ഞു. സുക്കോത്ത് വന്ന് പാർത്തു. അറിയിച്ചില്ല. എന്തിനേറെ വിവരിക്കുന്നില്ല അധികം. ഇവര് മടങ്ങി ഇഞ്ഞു വരിക. ബഥേലിൽ നിന്ന് യാത്ര പുറപ്പെട്ട് എഫ്രാത്തിലെത്തുവാൻ അല്പദൂരമുള്ളപ്പോൾ റാഹേൽ വഴിയരികെ വെച്ച് മരിക്കുക. പ്രസവത്തോടു കൂടി മരിക്കുക. റാഹേലിന്റെ മരണത്തെ പറ്റി പറയുന്നത് ബ്ലഡ് നിന്നില്ല, ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക, നിൽക്കുന്നില്ല. പ്രസവ സമയത്ത് അവിടെ ഒരു പദമുണ്ട്, ജീവൻ പോകുന്ന സമയം. അങ്ങനെ എഴുതിയേക്കുന്നത് 35-ാം അധ്യായത്തിന്റെ 16 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 35-ന്റെ 16 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ഒരു പദമുണ്ട്, ജീവൻ പോകുന്ന സമയം. വായിച്ചേ. ആ ആ ആ ആ ആ ആ ആ ജീവൻ പോകുന്ന സമയം. കണ്ടോ? മതി 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 മതി. ജീവൻ പോകുന്ന, ആ ജീവൻ പോകുക എന്ന് പറഞ്ഞാൽ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക. കാരണം ജീവൻ രക്തത്തില, ജീവൻ രക്തത്തില, ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക. കഠിന വേദന, അങ്ങനൊരു പദമുണ്ട്. എന്ന് പറഞ്ഞാൽ ബ്ലഡ് നിൽക്കുന്നില്ല. ഇത് യാദൃച്ഛികമാണെന്ന് തോന്നും. അല്ല, പണ്ട് അപ്പൻ
കൂടാരത്തിൽ വന്ന് പരിശോധിക്കാൻ നേരത്ത് ഇവള് പറഞ്ഞൊരു പദമുണ്ട്, എനിക്ക് എഴുന്നേൽപ്പാൻ പാടില്ല. അപ്പൻ അങ്ങ് പോയി. എഴുന്നേൽപ്പാൻ പാടില്ല. അപ്പൻ പോയി. ഭർത്താവിനെ കളിപ്പിച്ചു, പിള്ളേരെ കളിപ്പിച്ചു, അപ്പനെ കളിപ്പിച്ച്, എല്ലാവരെയും കളിപ്പിച്ച് മിടുക്കിയായിട്ടിരിക്കുക, ബഹുമിടുക്കുക. അതൊക്കെ കഴിഞ്ഞ് അപ്പം പോയി. എല്ലാം പോയപ്പം വേണേ ശിങ്കിടികൾ ചോദിച്ചു, എന്നാലും അമ്മാമ്മയുടെ കഴിവ് അസാധ്യം. നമ്മൾ പറഞ്ഞു അമ്മാമ്മയെ പോലെ കഴിവുള്ള ഒരു അമ്മാമ്മ ഭയങ്കര കഴിവാകട്ടോ. റേച്ചലിനെ പറ്റി അങ്ങനെ തന്നെ പറഞ്ഞേ, ഇതുപോലെ എങ്ങനെ അമ്മാമ്മ ഇത് സാധിച്ചെടുത്തു. ആട്ടെ, ഇന്നായിരുന്നേ നമ്മൾ പാരിതോഷികമൊക്കെ കൊടുത്തേനെ. ഇത്ര കലാപരമായിട്ട് തടിച്ചു മാറ്റി ആരെയും അറിയിക്കാതെ എനിക്ക് എഴുന്നേൽക്കാൻ പാടില്ലെന്ന് വിസ്തരിക്കേണ്ട നിങ്ങൾക്കറിയാം. അപ്പനങ്ങ് പോയി. ഏത് വിഷയത്തിൽ കള്ളം പറഞ്ഞോ ആ വിഷയത്തിൽ ദൈവം പിടികൂടി. ജീവൻ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക, നിൽക്കുന്നില്ല. ഇപ്പൊ പ്രാർത്ഥിച്ചാൽ വിടുതൽ കിട്ടുകയില്ല, ഉപവസിച്ചാലും കിട്ടുകയില്ല. സ്തോത്രം. അവസരം എത്ര കൊടുത്തു? എന്തും വേണ്ടോ അവസരം ദൈവം കൊടുത്തു. അങ്ങനെ മരിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, കള്ളം പറയരുത്. ചിലപ്പോൾ സത്യം പറഞ്ഞാൽ പ്രശ്നമായിരിക്കാം. അപ്പം പിന്നെ മൗനം ദീക്ഷിക്കുന്നതാണ് നല്ലത്. എന്നാലും കള്ളം, ഞാൻ പിന്നെ സഭയിലുമൊക്കെ പറയും, കള്ളം പറയരുത്, പക്ഷേ സത്യം എല്ലാവരോടും പറയുകയും ചെയ്യരുത്. കള്ളം പറയരുത്, എന്നാൽ സത്യം എല്ലാവരോടും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. എല്ലാവരോടും സത്യം പറയരുത്, പക്ഷെ ആരോടും കള്ളോ. ഞാൻ ഒരു ഉദാഹരണം പറയാം, നിങ്ങൾ ഇഷ്ടമുണ്ട് യോജിച്ചാൽ മതി. അയ്യോ പാസ്റ്റർ എങ്ങനെ സത്യം പറയുകയും ചെയ്യരുത് എന്നാൽ കള്ളോ പറയരുത്, അതെങ്ങനെ സാധിക്കും? അത് സാധിക്കും. എങ്ങനെ? ഒരു ഉദാഹരണം പറയാം. സത്യമേ പറയാവൂ, പക്ഷെ കള്ളം പറയരുത്. സത്യം എല്ലാവരോടും. ഇപ്പം ഉദാഹരണമാന്നേ, ഞാൻ ഇപ്പം പത്തനാപുരത്തോട്ടൊരു യോഗത്തിന് പോവുക. ഉദാഹരണമാണ്, അങ്ങനെ സംഭവിക്കാറുണ്ട്. പത്തനാപുരത്തോട്ട് പോകുമ്പോൾ ചിലപ്പോൾ പത്തനാപുരംകാരെന്നെ വിളിക്കും, ഇപ്പം എവിടെയായി? അപ്പം ഞാൻ കോന്നി കഴിഞ്ഞായിരിക്കും, എങ്കിലും ഞാൻ കോന്നി കഴിഞ്ഞെന്ന് പറയുകയില്ല. കാരണം അവർ പിന്നെ അവിടുത്തെ ടൈം അനുസരിച്ച് നിൽക്കും. കോന്നിയിൽ നിന്ന് പത്തനാപുരത്ത് വരാൻ. അപ്പം കാണാതെ വരുമ്പം വീണ്ടും തുരുതരാന്ന് വിളിക്കും. അപ്പം ഞാൻ പറഞ്ഞ അടുക്കുന്ന പാസ് മുമ്പേ കോന്നി കഴിഞ്ഞെന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്നാ ചോദിക്കുക, ന്യായമാണ്. അപ്പം ഞാനതിന് പറയും, ഞാൻ പത്തനംതിട്ട കഴിഞ്ഞു. കള്ളം പറഞ്ഞോ? പറഞ്ഞോ? പത്തനംതിട്ട കഴിഞ്ഞില്ലേ? ഇല്ലേ? അതാ പറഞ്ഞു, പത്തനംതിട്ട കഴിഞ്ഞു. എന്നാ സത്യം പറഞ്ഞോ? സത്യം പറഞ്ഞാൽ എവിടാ കഴിഞ്ഞത്? അത് പറഞ്ഞില്ലല്ലോ. എന്നാ കള്ളം പറഞ്ഞോ? കള്ളം പറഞ്ഞില്ല, പത്തനംതിട്ട കഴിഞ്ഞു. അടുക്കുന്നൊന്നും പറയുകയല്ല, പത്തനംതിട്ട കഴിഞ്ഞെന്നേ പറഞ്ഞോളൂ. ഉദാഹരണമാണ്. പത്തനംതിട്ട കഴിഞ്ഞല്ലേ കോന്നി. അപ്പൊ എന്ന് പറഞ്ഞാൽ ചില സന്ദർഭത്തിൽ നമ്മൾ സത്യം പറഞ്ഞാൽ പ്രശ്നമാണ്, എന്നാൽ കള്ളം പറയുകയും ചെയ്യരുത്. കള്ളം പറയരുത്. അപ്പൻ വന്നപ്പോൾ ഇവള് പറഞ്ഞു എനിക്ക് എഴുന്നേക്കാൻ പാടില്ല, കള്ളം പറഞ്ഞു. അന്നേരം ശരീരത്തിന് ഒരു കുഴപ്പവും ഇല്ല. പക്ഷേ ഒടുവിൽ ദൈവം പിടികൂടി. ഏത് വിഷയത്തിൽ കള്ളം പറഞ്ഞോ ആ വിഷയത്തിൽ പിടുത്തം വീണു. നമ്മൾ ചിലരോട് ചോദിക്കും, എന്നാ യോഗത്തിന് വരാഞ്ഞേ? തലവേദനയായിരുന്നു മാസ്റ്റർ. ഒരു കുഴപ്പവും ഇല്ല,
രക്ഷപ്പെടാൻ പറഞ്ഞ സൂക്ഷം നിനക്ക് തലവേദന വരും. പ്രാർത്ഥിച്ചാലൊട്ട് വിടുതലും ഉണ്ടാകുകയില്ല. ചിലരോട് നമ്മൾ ചോദിക്കുകയല്ലേ, സഭയിലൊക്കെ ചില പിരിവുകളൊക്കെ വരുമ്പോൾ അച്ഛാ അങ്ങനെ 1 രൂപ കയ്യിൽ, ഒടുവിൽ അങ്ങനെ ആകും. സ്തോത്രം. പേടിക്കാൻ പറഞ്ഞൊന്നുമല്ല, പരമാർത്ഥം. ഉടനെ മുഖമൊന്നും അല്ലാതാകുന്നു. പേടിക്കാൻ പറഞ്ഞതല്ല. ഏത് വിഷയത്തിൽ കള്ളം പറഞ്ഞു ആ വിഷയത്തിൽ ദൈവം പിടികൂടി.